എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 87, ശ്ലോകം 19, 20, 21, 22 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അതിമഹത്തായ ശ്രുതിഗീത ആണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 19. സ്വകൃത വിചിത്രയോനിഷു വിശന്നിവ ഹേതുതയാ തരതമതശ്ചകാസ്യനലവൽ സ്വകൃതാനുകൃതി അധ വിദധാ സ്വമോഷ്വവിദധം തവ ധാമ സമം വിരജധിയോന്വയന്ത്യാഭിവിപണ്യവ ഏകരസം. ഈശ്വരനെ ഉദരാദിസ്ഥാനങ്ങളിൽ ഉപാസിക്കുന്നത് കൊണ്ട് ഈശ്വരന് ജീവനെ പോലെ ഉദരാദി സംബന്ധം ഉണ്ട് എന്ന് വരുന്നു. ആ സ്ഥാനങ്ങളിൽ പ്രവേശം ഈശ്വരനുള്ളത് കൊണ്ട് ഓരോ സ്ഥാനത്തിൽ ഓരോ വിധം പ്രകാശിക്കുന്നു. ജീവനും ഇതുപോലെ തന്നെ ഭേദമുണ്ടല്ലോ. ജീവനും ഈശ്വരനും ഈ സംഗതിയിൽ സാദൃശ്യമുണ്ടെന്നും വരികിൽ ജീവൻ ഈശ്വരനെ എന്തിനായിട്ടാ ഇപ്പൊ സേവിക്കണത്? ഈശ്വരൻ ജീവദുഃഖങ്ങളെ നിരാകരിക്കാൻ എങ്ങനെ ശക്തനായി വരും എന്നുള്ള ശങ്ക തീർക്കാനായിട്ട് എല്ലാറ്റിലും അതിഗൂഢനായിരിക്കുന്ന ഈശ്വരന്റെ തത്വത്തെ വേദം വർണ്ണിക്കുകയാണ്. ഏകോ ദേവ സർവഭൂതേഷു ഗൂഢ സർവവ്യാപി സർവഭൂതാന്തരാത്മാ കർമാധ്യക്ഷ സർവഭൂതാധിവാസ സാക്ഷി ചേത കേവലോ നിർഗുണശ്ച എന്നീ ശ്രുതി അർത്ഥത്തെ വിവരിച്ചിരിക്കുകയാണ്. ആ ശ്രുതിയിലെ ശ്ലോകത്തെ വിവരിച്ചു പറഞ്ഞിരിക്കണം. നിന്തിരുവടി തന്നാൽ നിർമ്മിക്കപ്പെട്ടവയായ നാനാവിധ ശരീരങ്ങളിൽ കാരണരൂപേണ മുമ്പ് തന്നെ ചേർന്നിരിക്കുന്നവനാകയാൽ പിന്നെ പ്രവേശനമുള്ളവനല്ല. എങ്കിലും പ്രവേശിച്ചവനോ എന്ന് തോന്നുമാറ് സ്ഥിതനായി വിറകിന്റെ ഭേദം നിമിത്തവും അതിന്റെ ആകൃതിയുടെ വളവു തിരിവു നിമിത്തവും അടുക്കിയതിന്റെ വ്യത്യാസത്താലും അതിൽ പിടികൂടി പ്രകാശിക്കുന്ന അഗ്നി ചുവന്നിട്ടും മഞ്ഞയായിട്ടും പച്ചയായിട്ടും വലുതായിട്ടും ചെറുതായിട്ടും ദീർഘമായിട്ടും ഹ്രസ്വമായിട്ടും ഇങ്ങനെ നിറം, വലിപ്പം എന്നിവ നിമിത്തം അനേക വിധമായി തോന്നുന്നതിന് കാരണമായ അതത് ദേഹോപാധികളെ അനുസരിച്ച് നാനാത്വം, ശുക്ലരക്താദി വർണ്ണഭേദം, പരിണാമഭേദം ഇത്യാദികളെ പ്രാപിച്ചവനോ എന്ന് തോന്നുവാൻ തക്കവിധം ശോഭിക്കുന്നു. ഇപ്രകാരം നാനാവിധങ്ങളായി തോന്നുന്ന ശരീരങ്ങളൊക്കെയും മിഥ്യാഭൂതങ്ങളാകുന്നു. അവയിൽ സത്യമായിട്ടുള്ളത് കാരണരൂപേണ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്ന നിന്തിരുവടിയുടെ സ്വരൂപം മാത്രമാകുന്നു. അത് എല്ലാറ്റിലും ഒരേ ആകാരമായി തന്നെ ഇരിക്കുന്നു. അത് ഏതു കാലത്തും നശിക്കാത്തതാകയാൽ സന്മാത്രമായിട്ടുള്ളതാകുന്നു. ഈ ലോകത്തിലും പരലോകത്തിലുമുള്ള ഭോഗങ്ങളെ ആഗ്രഹിക്കാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്ന നിർമ്മല ബുദ്ധികളായ വിരക്തന്മാര് സമമായിരിക്കുന്ന നിന്തിരുവടിയെ അറിയുന്നു. അതുകൊണ്ട് ദേഹാദിപ്രവേശത്തിലും ഐശ്വര്യത്തിന് ലേശവും കുറവ് കൂടാതെ നിർവികാരനായിരിക്കുന്ന നിന്തിരുവടിയെ ദേഹാദിപ്രവേശ നിമിത്തം ഐശ്വര്യത്തിൽ നിന്നു ഭ്രഷ്ടന്മാരായവരെല്ലാവരും സേവിക്കുന്നത് ഉചിതവും വിഹിതവും ആകുന്നു. സ്വനിർമ്മിതേഷു കാര്യേഷു താരതമ്യ വിവർജിതം സർവാനുസ്യൂത സന്മാത്രം ഭഗവന്തം ഭജാമഹേ എന്ന് ശ്രീധരാചാര്യവദ്യം. തന്നാൽ നിർമ്മിക്കപ്പെട്ട കാര്യോപാധികളിൽ ഏറ്റക്കുറവ് കൂടാതെ എല്ലാറ്റിലും അനുസ്യൂതമായിരിക്കുന്ന സത്താമാത്രനായ ഭഗവാനെ ഞങ്ങൾ ഭജിക്കുന്നു. സ്വകൃതപുരേഷ്വമേഷ്വബഹിരന്തര സംവരണം തവ പുരുഷം വദന്ത്യാഖില ശക്തി ധൃതോസ്മകൃതം ഇതി നൃഗതിം വിവിച്യ കവയോ നിഗമാവപനം ഭവത ഉപാസതേ ഘൃമഭവം ഭുവി വിശ്വസിതാ. തന്റെ കർമ്മങ്ങൾ നിമിത്തം നാനാവിധങ്ങളായി പരിണമിച്ചു കാണപ്പെടുന്ന ഈ ദേഹങ്ങളിൽ കാര്യകാരണ വസ്തുക്കൾ കൊണ്ട് പുറത്തും ഉള്ളിലും മറവോടുകൂടാതെ ഇരിക്കുന്ന ജീവാത്മാവ് അഖില ശക്തികൾ ധരിച്ചിരിക്കുന്ന നിന്തിരുവടിയുടെ അംശമാക്കി ഉൽപ്പാദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. നിന്തിരുവടി അംശരഹിതനാകയാൽ അങ്ങയുടെ അംശം എന്ന് പറയാൻ പാടില്ല. ജീവാത്മാവ് നിന്തിരുവടിയുടെ അംശമാക്കി ഒരുത്തനാൽ കൽപ്പിക്കപ്പെട്ടതും അല്ല. പിന്നെ എങ്ങനെ ഇരിക്കണു?
നിത്യനായിരിക്കുന്നു. എങ്കിലും അംശം പോലെയുള്ളതിനെ അംശമെന്നും കൃതം എന്ന പോലെയുള്ളതിനെ കൃതമെന്നും പറഞ്ഞു വരുന്ന സമ്പ്രദായം അനുസരിച്ച് പറയുന്നുവെന്നേ ഉള്ളൂ. അതിനാൽ ജീവാത്മാവ് നിന്തിരുവടിയുടെ അംശമല്ല, നിന്തിരുവടിയുടെ രൂപം തന്നെ. എന്തുകൊണ്ടെന്നാൽ ജീവൻ നിത്യൻ, നിന്തിരുവടിയും നിത്യൻ. നിത്യവസ്തുക്കൾ രണ്ടുണ്ടാവാൻ പാടില്ലല്ലോ, ഒന്നേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ജീവാത്മാവ് നിന്തിരുവടിയെ കൂടാതെ അന്യമായ ഒരു ചേതന സ്വരൂപമല്ല. ചേതന സ്വരൂപം മുഴുവനും നിന്തിരുവടിയാകയാൽ ജീവാത്മാവ് നിന്തിരുവടിയുടെ സ്വരൂപം തന്നെ എന്നതിൽ സംശയവുമില്ല. ഇങ്ങനെ പുരുഷന്റെ സ്വരൂപത്തെ പരിശോധിച്ചറിഞ്ഞിട്ട് മനുഷ്യലോകത്തിൽ വസിക്കുന്ന വിദ്വാൻമാര് വേദോക്ത സകല കർമ്മങ്ങളും സമർപ്പിക്കാനുള്ള സ്ഥാനമായി ഭക്തന്മാരുടെ സംസാര സങ്കടത്തെ നശിപ്പിക്കുന്ന നിന്തിരുവടിയുടെ ചരണത്തെ വിശ്വസിച്ച് സേവിക്കുന്നു. ത്വദംശസ്യമേശാന ത്വന്മായാകൃതബന്ധനം ത്വദംഘ്രിസേവാമാദിശ്യ പരാനന്ദ നിവർത്തയ എന്ന് ശ്രീധരാചാര്യപദ്യം. ഹേ സർവേശ്വര, ഹേ പരമാനന്ദ സ്വരൂപ, നിന്തിരുവടിയുടെ അംശമായിരിക്കുന്ന എനിക്ക് അങ്ങയുടെ ശക്തിയായ മായ നിമിത്തം നേരിട്ടിരിക്കുന്ന ജനന മരണ സ്വരൂപമായ ബന്ധനത്തെ തീർക്കാൻ ഉപകരിക്കുന്ന പാദഭജന മാർഗം ഉപദേശിച്ചിട്ട് എന്നെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ കരുണയുണ്ടാകണമേ. ദുരവഗമാത്മതത്വനിഗമായ തവാത്തതനോ ചരിതമഹാമൃതാബ്ധി പരിശ്രമണ ന പരിലഷന്തി കേചിദപവർഗമവീശ്വരത്തെ ചരണസരോജഹംസകുലസംഗവിസൃഷ്ടഗൃഹ. ഹേ ഈശ്വര, ആർക്കും അറിയാൻ കഴിയാത്ത നിന്തിരുവടിയുടെ തത്വത്തെ ഭക്തന്മാരെ അറിയിക്കണം എന്നുള്ള കാരുണ്യ നിമിത്തം സ്വീകരിക്കപ്പെട്ട അവതാര സ്വരൂപത്തോടുകൂടിയ നിന്തിരുവടിയുടെ ലീലകളാകുന്ന സുധാസമുദ്രത്തിൽ ഇറങ്ങുക നിമിത്തം അതുവരെ അനുഭവിച്ചതും ദേഹമനസ്സുകളുടെ വിഷയവ്യാപാര നിമിത്തം ഉണ്ടായതുമായ സകല ദുഃഖത്തെയും വെടിഞ്ഞവരായ ചില ഭക്തന്മാര് നിന്തിരുവടിയുടെ പാദങ്ങളിൽ അരയന്നങ്ങൾ താമരസ പുഷ്പങ്ങളിൽ എന്ന പോലെ എപ്പോഴും രമിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തമ ഭക്തന്മാരുടെ വർഗത്തോടു കൂടിയുള്ള ചേർച്ച ഹേതുവായിട്ട് പുത്രമിത്ര കളത്രാദി പാശങ്ങളിൽ നിന്ന് വേറിട്ടവരായി ഭക്തി മാത്രത്താൽ സംതൃപ്തരായി ഭവിച്ചിരിക്കുന്നു. ഒരു പ്രയത്നവും കൂടാതെ അടുത്തു വന്നെത്തിയ മോക്ഷത്തെ കൂടി അവര് ആഗ്രഹിക്കുന്നില്ല. ഭക്തി അല്പമായ ഒരു സാധനം മാത്രമാണെന്ന് കരുതുന്നത് വളരെ അനുചിതമാണെന്നും ഭക്തിയുടെ സ്വരൂപം നന്നായി അറിഞ്ഞ് ആനന്ദിച്ചവര് മോക്ഷത്തെ കൂടി ആദരിക്കുന്നില്ലെന്നും കളത്രാദികളെ ഉപേക്ഷിക്കുന്നുവെന്നും പറഞ്ഞതിനാൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന 4 പുരുഷാർത്ഥങ്ങളെയും ആദരിക്കുന്നില്ലെന്നും പറഞ്ഞതുകൊണ്ട് ഭക്തി അനിർവചനീയമായ 5ാമത്തെ ഒരു പുരുഷാർത്ഥം എന്ന് പറയത്തക്ക വിധം അത്ര ഗൗരവമുള്ളതാണ്. പ്രയത്നം കൂടാതെ കഥാശ്രവണ മാത്രത്താൽ സിദ്ധിക്കാവുന്നതും ആണ്. അതാണ് ശ്രുതി താല്പര്യം. ഇങ്ങനെയുള്ള ഭക്തന്മാര് ദുർലഭമാണെന്ന് കേച്ചിൽ എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ത്വൽ കഥാമൃതപാഥോധൗ വിഹരന്തോ മഹാമുദ കുറുവന്തി കൃതിന കേചിത് അപവർഗം തൃണോപമം എന്ന് ശ്രീധരാചാര്യപദ്യം. അതായത് നിന്തിരുവടിയുടെ കഥയാകുന്ന അമൃത സമുദ്രത്തിൽ ക്രീഡിക്കുന്നത് കൊണ്ട് പരമാനന്ദം അനുഭവിക്കുന്ന മഹാന്മാരായ ദുർലഭം ചില ഭക്തന്മാര് 4 വിധ പുരുഷാർത്ഥങ്ങളെയും തൃണം പോലെ കരുതുന്നു. അതുപോലെയുള്ള ഭക്തി ഉണ്ടാവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ത്വദനുപഥം കുലായമിതമാത്മസുഹൃൽ പ്രിയവച്ചരതി തഥോന്മുഖേ ത്വയിഹിതേ പ്രിയാത്മനി ച നബദരമന്ത്യഹോ അസദുപാസനയാത്മഹനോ യദനുശയാ പ്രമന്ദുരുഭയേ കുശരീരഭൃത. നിന്തിരുവടിയെ സേവിക്കാൻ ഉപയോഗിക്കത്തക്കതായ ഈ മനുഷ്യ ശരീരം ആത്മാവ്, ബന്ധു, ഇഷ്ടൻ ഇവരെ പോലെ സ്വാധീനമായി സിദ്ധിച്ചിരിക്കുന്നു. എന്നിട്ടും മനുഷ്യരിൽ ചിലർ തന്നെ സേവിക്കുന്നവർക്ക് പരമ പദവി കൊടുക്കാനായിട്ട് ആഭിമുഖ്യം സ്വഭാവേന കൈക്കൊണ്ടും സകല അനർത്ഥങ്ങളും പരിഹരിച്ച് സകലാഭിഷ്ടങ്ങളും കൊടുക്കാൻ ഒരുങ്ങിയും എല്ലാ വസ്തുക്കളെക്കാളും അധികമായ ആനന്ദത്തിന് ഹേതുവായും തങ്ങളുടെ ആത്മാവായും ഇരിക്കുന്ന നിന്തിരുവടിയിൽ രതിയില്ലാത്തവരായിരിക്കുന്നു. ഇത് എത്ര കഷ്ടാണ് എന്ന് മാത്രമല്ല, ക്ഷണത്തിൽ നശിക്കുന്ന ദേഹാദികളെ പോഷിപ്പിക്കുന്നതിൽ അവരെപ്പോഴും മനസ്സുവെച്ച് നിന്തിരുവടിയെ മറക്കുന്നവരാകയാൽ താൻ തന്നെ ഹനിച്ചാൽ എത്ര പാപമുണ്ടോ
എത്ര പാപത്തിന് പാത്രമായിട്ടും ഭവിക്കുന്നു. ഇത് ആർക്കെങ്കിലും ഹിതമായിട്ട് വരുമോ? ഒരിക്കലുമില്ല എന്നതിൽ ആർക്കും സംശയം ഉണ്ടാവില്ല. ദേഹാദികളെ ലാളിക്കാനായി മാത്രം മനസ്സിരുത്തുന്നവർ അന്നന്നായി സമ്പാദിച്ച കർമ്മങ്ങളനുസരിച്ച് ഓരോരോ നീച യോനികളിൽ ചെന്ന് ജനിക്കുകയും മരിക്കുകയും ഇടയ്ക്കിടയ്ക്ക് അതികഷ്ടതരങ്ങളായ ദാരിദ്ര്യം, മഹാവ്യാധി, രാജശിക്ഷ, കള്ളന്മാരിൽ നിന്നുള്ള ഭയം മുതലായവ കൊണ്ട് ദുഃഖത്തിലകപ്പെടുകയും ചെയ്യുന്നതല്ലാതെ അവർക്ക് ഒരു കാലത്തും ദുഃഖനിവൃത്തി ഉണ്ടായി വരില്ല എന്നുള്ളത് തന്നെയാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ ഭജിക്കാത്തവർ തങ്ങളെ തന്നെ ഹനിച്ചവർ എന്ന് പറഞ്ഞത്. താങ്കൾ അനുഭവിക്കുന്ന കഷ്ടം തീർക്കാൻ ശ്രമിക്കാത്തവര് മറ്റുള്ളവർക്ക് എന്തുപകാരമാണ് ചെയ്യാൻ പോണത്? ഒരു ഉപകാരവും ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. ഒരു ഉപകാരവും അവര് മറ്റുള്ളവർക്ക് ചെയ്യില്ല. തങ്ങൾക്കും മറ്റുള്ളവർക്കും യാതൊരു ഉപകാരവും ഇല്ലാത്ത ജീവിതം വ്യർത്ഥം എന്ന് മാത്രമല്ല, അവര് ഉത്തരോത്തരം ദുഃഖം വർദ്ധിച്ചു വരാൻ ഉപകരിക്കുന്ന പാപകർമ്മങ്ങൾ ചെയ്യുന്നവരുമാകയാൽ ആത്മഘാതികൾ എന്ന് അവരെ തന്നെ പറയണം എന്ന്. അതാണ് അതിന്റെ സാരം. ത്വയി ആത്മനി ജഗന്നാഥേ വന്മനോരമതാമിഹ കഥാ മമേദൃശം ജന്മ മാനുഷം സംഭവിഷ്യതി എന്ന് ശ്രീധരാചാര്യപദ്യം. ജഗന്നാഥനും എന്റെ ആത്മാവുമായിരിക്കുന്ന നിന്തിരുവടിയിൽ എന്റെ മനസ്സ് രമിക്കണമേ. ഇനി ഈ മാതിരി മനുഷ്യജന്മം എനിക്ക് എപ്പോൾ സിദ്ധിക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. അതിനാൽ ഈ ജന്മത്തിൽ തന്നെ എനിക്ക് അങ്ങയിൽ രതി സംഭവിക്കാൻ അനുഗ്രഹിക്കണമേ ഭഗവാൻ എന്നായിരിക്കണം പ്രാർത്ഥന. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.